ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രോഹനും അവൻ്റെ അച്ഛനും അമ്മയും കൂടി പ്രതാപ് വർമ്മയുടെ വീട്ടിലോട്ട് വന്നിരിക്കുവാണ്. പെട്ടെന്ന് രോഹൻ്റെ അച്ഛൻ പ്രതാപിന് കൺഗ്രാജുലേഷൻ പറയുന്നു. പിന്നെ വർമ്മ പറയുന്നത്, അല്ല ഇപ്പോഴേ എന്തിനാ കൺഗ്രാജുലേഷൻ പറയുന്നത്, റിസൾട്ട് വരട്ടെ. റിസൾട്ട് വരാൻ എന്തിരിക്കുന്നു, ഭൂരിപക്ഷത്തോടെ തന്നെ വർമ്മ ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. രോഹ അതിങ്ങോട്ട് എടുത്തേ എന്നും പറഞ്ഞ് രോഹൻ്റെ കയ്യിൽ നിന്ന് ഒരു ഷോള് വാങ്ങി പ്രതാപനെ അങ്ങോട്ട് അണിയിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അംബികയമ്മോനെ ഉള്ളിലിങ്ങനെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പുറമേ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. രോഹൻ ദീപക്കിൻ്റെ കയ്യിലോട്ട് അവൻ്റെ ഫോൺ കൊടുത്തിട്ട് പറയുന്നു, ദീപക് ഞങ്ങളുടെ ഒരു പിക്ക് ഒന്നെടുത്തേ എന്നും പറഞ്ഞ് അവർ പ്രതാപ് വർമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ പാർട്ടി പ്രവർത്തകൻ ഉറക്ക വിളിച്ചു വന്ന്, സാറ് ഭൂരിപക്ഷത്തോടെ ജയിച്ചു, ദാണ്ട റിസൾട്ട് വന്നു. അത് കേട്ടിട്ട് അംബികയും മകനും ഒഴിച്ച് ബാക്കി എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ക്ഷേത്രങ്ങളെല്ലാം കയറി നടന്ന് പ്രാർത്ഥിച്ചിട്ടും അംബികയുടെ പ്രാർത്ഥന കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മുതലേ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ പോലെ നിൽക്കുവാണ്. അങ്ങനെ പാർട്ടി പ്രവർത്തകരൊക്കെ പടക്കം പൊട്ടിക്കലും ഒക്കെ തുടങ്ങിയപ്പോൾ അംബിക പെട്ടെന്ന് കരഞ്ഞോണ്ട്, മോനെ പ്രതാപ, ചേച്ചിക്ക് സന്തോഷമായി. പ്രതാപൻ പറയുന്നു, അയ്യോ ഈ പടക്കം പൊട്ടിക്കലിൻ്റെ ഒന്നും ആവശ്യമില്ല, ദിവ്യയും കുഞ്ഞുമൊക്കെ ഉള്ളതല്ലേ. അത് കേട്ടിട്ട് അംബിക പറയാ, പ്രതാപ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ഞാൻ ഇപ്പം വരാവേ, ക്ലബിലെ എല്ലാ ഫ്രണ്ട്സിനോടും എനിക്ക് വിളിച്ചൊന്ന് സംസാരിക്കണം. കനകലതെ ഇരിക്കുക കേട്ടോ, ഞാൻ ഇപ്പം വരാവേ എന്നും പറഞ്ഞ് വലിയ കൃത്രിമ സ്നേഹവും സന്തോഷമൊക്കെ അഭിനയിച്ചുകൊണ്ട് ആ അംബിക കള്ളി മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. പെട്ടെന്ന് ചീഫ് മിനിസ്റ്ററുടെയൊക്കെ അഭിനന്ദനമൊക്കെ പ്രതാപ വർമ്മയ്ക്ക് വരുവാണ്. ചന്ദ്രേട്ടാ, എന്തിനാ നമ്മളുടെ ഇടയിൽ ഇങ്ങനെ അഭിനന്ദനത്തിൻ്റെയൊക്കെ കാര്യമുണ്ടോ? അത് വേണം വർമ്മ, അർഹതയുള്ളവർക്ക് അർഹിക്കുന്ന അംഗീകാരമൊക്കെ കൊടുത്തേ മതിയാവും. അതാണ് എൻ്റെ രീതിയെന്നൊക്കെ തനിക്ക് അറിയാവുന്നതല്ലേ. അറിയാം ചന്ദ്രേട്ടാ. ചന്ദ്രേട്ടൻ ഇത്ര വലിയ വാക്കുകളൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ കാരണമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണ്, ഇത്തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച സ്ഥാനാർത്ഥി താനാണ്. ജനങ്ങൾക്കിടയിൽ തനിക്കുള്ള സ്വീകാര്യതയ്ക്ക് തക്കതായ ഒരു സ്ഥാനം തന്നെ തനിക്ക് നിയമസഭയിൽ ലഭിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പാർട്ടി സെക്രട്ടറിയോട് ഞാൻ സംസാരിച്ചു. ചന്ദ്രേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രി സ്ഥാനം കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി തന്നെ നിയമിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതെങ്ങനെ ശരിയാകും ചന്ദ്രേട്ട? ചന്ദ്രേട്ടനെ പോലെ മുതിർന്ന ഒരു നേതാവുള്ളപ്പോൾ ഞാൻ CM ആകുന്നത് ശരിയാണോ? ഏയ്, അത് ശരിയാകില്ല ചന്ദ്രേട്ട. പ്രായത്തിലോ പ്രവൃത്തി പരിചയത്തിലോ അല്ല കാമ്പുള്ളത്. ജനങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ജനങ്ങൾക്കിപ്പോൾ തന്നെയാണ് ആവശ്യം. അവർക്ക് വേണ്ടി താനാകണം അടുത്ത CM. അംബിക ഇതെല്ലാം അവിടെ മറഞ്ഞു നിന്ന് കേൾക്കുവാണ്. ജനങ്ങൾക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടിയും പ്രതാപ വർമ്മയാണ് ഇനി CM. എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തിയിട്ട് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യാനാ ചന്ദ്രേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്? ആരോഗ്യ വകുപ്പ്. എൻ്റെ ഗുരുസ്ഥാനീയനായ എൻ്റെ ചന്ദ്രേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി, ഞങ്ങളുടെയൊക്കെ തലവനായി ഒരു മികച്ച ഭരണം കേരള ജനതയ്ക്ക് നൽകിയ ചന്ദ്രേട്ടൻ തന്നെ ആയിരിക്കണം അടുത്ത CM-ഉം. ചന്ദ്രേട്ടൻ കൈകാര്യം ചെയ്യാനിരുന്ന ആരോഗ്യവകുപ്പ് ഞാൻ ഏറ്റെടുത്തോളാം. എടോ വർമ്മേ, അത് ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രേട്ട, ഇതെൻ്റെ അവസാനത്തെ തീരുമാനമാണ്. ഒരു വീട്ടിൽ മുതിർന്നവരുള്ളപ്പോൾ കാലിൻ്റെ മുകളിൽ കാല് വെച്ചിരിക്കരുതെന്ന എൻ്റെ അച്ഛനമ്മമാർ എന്നെ കൊച്ചിലെ പഠിപ്പിച്ചിട്ടുള്ളത്. എടോ വർമ്മേ, തന്നോട് ഇനി ഞാൻ എന്തു പറയാനാ? ഞാൻ വീട്ടോട്ട് വന്ന് ചന്ദ്രേട്ടനെ കണ്ടോളാം. അംബികയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അംബിക അവിടെ നിന്ന് ഉരുകുവാണ്. കണ്ണു മുളപ്പിച്ച് പ്രതാപനെ ഇപ്പം ചുട്ടുകരിക്കുന്ന നോട്ടത്തിലാണ് അവളെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നത്. സാഗരാജൻ പറയുന്നത്, എന്നാലും പ്രതാപ, ഈ CM പദവിയൊക്കെ വേണ്ടാന്ന് വെക്കുന്നത് നമുക്കിനിയും സമയമുണ്ടല്ലോ സാഗരാജ. രോഹ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് പ്രതാപ വർമ്മയുടെ വലിയ മനസ്സ്. അപ്പോൾ ഋതിക വലിയ സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആരതിത്തട്ടുമായിട്ട് വരുവാണ്. ഋതികയെ കണ്ടതും രോഹന് സന്തോഷം കൊണ്ട് വയ്യ. ആ, ഋതിക വന്നല്ലോ. അങ്ങനെ ഋതിക വളരെ സന്തോഷത്തോടെ അച്ഛൻ്റെ മുഖത്തോട്ടിങ്ങനെ നോക്കി അച്ഛൻ ആരതി ഒഴിയുവാണ്. പ്രതാപനും വലിയ സന്തോഷത്തോടെ കൈകൂപ്പി ഇങ്ങനെ ഭക്തിയോടെ നിൽക്കുവാണ്. ഋതിക പ്രതാപനെ കെട്ടിപ്പിടിച്ചിട്ട് കൺഗ്രാജുലേഷൻ അച്ഛാ എന്ന് പറയുമ്പോൾ പ്രതാപനും കെട്ടിപ്പിടിച്ച് മോക്ക് മുത്തം കൊടുക്കുന്നു. ഇത് അംബികയ്ക്കും മോനും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ അച്ഛൻ ജയിക്കണേന്ന്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രതാപൻ മോളോടങ്ങ് വാത്സല്യം കൊണ്ടങ്ങ് നിറയുവാണ്. എന്തിനാ എൻ്റെ മോള് കരയുന്നത്? എൻ്റെ മോളിങ്ങനെ കരഞ്ഞാൽ അച്ഛന് വിഷമം വരില്ലേ?
അച്ഛൻ ജയിച്ചതിൽ മോള് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. സന്തോഷം കൊണ്ടാ അച്ഛാ, ഇനി എൻ്റെ മോൾ കരയല്ലേ എന്നും പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ മോളെ ഇങ്ങനെ സ്നേഹത്തോടെ തലോടുവാണ്. രോഹൻ്റെ അമ്മ പറയുക അത് മോളുടെ സന്തോഷം കൊണ്ടായിരിക്കും, മോളിങ്ങി വാ. രോഹൻ പറയുക ഋതിക കരയണ്ട, കണ്ണ് തുടച്ചേ, തൻ്റെ ചിരിക്കുന്ന മുഖം കാണാനാണ് ഏറ്റവും വലിയ ഭംഗി. അപ്പോൾ രാജു വലിയ സന്തോഷത്തോടെ സ്വീറ്റ്സും ഒക്കെ ആയിട്ട് വരുവാണ്. സാറേ സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നത് എല്ലാവർക്കും കൊടുക്ക് രാജു. അങ്ങനെ എല്ലാവർക്കും രാജു കൊണ്ടുതട സ്വീറ്റ്സ് കൊടുത്തിട്ട് സാറൊരു സ്വീറ്റ്സ് എടുക്ക് എന്ന് വർമ്മയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ വർമ്മ രാജുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. രാജു, എൻ്റെ വിജയത്തിൻ്റെ പാതി ക്രെഡിറ്റ് ജനങ്ങൾക്കുള്ളതാ, ബാക്കി പാതി എൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കുന്ന നിനക്കുള്ളതാ. രാജു പറയുക വർമ്മ സാറേ, ഞാനൊരു ജോലിക്കാരൻ മാത്രമാണ്, സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നെന്ന് മാത്രം. സാറിൻ്റെ നല്ല മനസ്സും സത്യസന്ധതയും കൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ സാറിന് നല്ല സ്വീകാര്യത ഉണ്ടായത്. സാർ ഇക്കാലം അത്രയും അവരുടെ പ്രിയ നേതാവായി മാറിയത്. പ്രതാപൻ പെട്ടെന്ന് രാജു കൊണ്ടുവന്ന സ്വീറ്റ്സിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സ് എടുത്ത് രാജുവിൻ്റെ വായിൽ വെച്ച് അവനെ ഊട്ടുന്നുണ്ട്. ഇത് കണ്ട് ഋതിക അങ്ങ് സന്തോഷം കൊണ്ട് മദ്യം മറന്ന് നിൽക്കുവാണ്. അംബികയും മകനുമാണെങ്കിൽ പല്ല് കടിച്ച് പല്ലെല്ലാം പൊഴിഞ്ഞ് തീരാറായെന്ന് തോന്നുന്നു. രോഹനാണെങ്കിൽ പറയാനും വയ്യ. പുറത്ത് ആഘോഷമൊക്കെ കഴിഞ്ഞോ രാജു? കഴിഞ്ഞു സാറേ. നീയാണോ ആഘോഷത്തിനൊക്കെ നേതൃത്വം കൊടുത്തത്? അതെ സാറേ, സാറ് ജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം നേരത്തെ അറേഞ്ച് ചെയ്തിരുന്നു. സാറേ, നമ്മുടെ വിജയാഘോഷ വാഹനം കുറച്ച് കഴിയുമ്പോൾ പുറത്തു വരും, സാറപ്പോഴും അങ്ങോട്ടൊന്ന് വരണം. പിന്നെന്താ, ഞാൻ വരാമല്ലോ. പിന്നൊരു കാര്യം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരാഘോഷവും ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഇല്ല സാർ, ഞാൻ അണികളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാഗരാജനെ അറിയാമല്ലോ, ഇത് രാജു എൻ്റെ PA ആണ് എന്നും പറഞ്ഞ് രാജുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുവാണ് പ്രതാപൻ. അതിലുപരി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. അയ്യോ, രാജുവിനെ ഞങ്ങൾക്കറിയാം. അപ്പോഴുടനെ രോഹൻ്റെ അമ്മ പറയുക, പ്രതാപേട്ട, ഒരു പ്രത്യേക കാര്യം കൂടി പറയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് ഋതിക അങ്ങ് മൂഡൗട്ടായി. ഋതിക വല്ലാതെ വിഷമിക്കുവാണ്. അത് കണ്ടിട്ട് സാഗരാജൻ ചോദിക്കുന്നത്, എന്താ മോക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു, പെട്ടെന്നൊരു ടെൻഷൻ പോലെ. ഞങ്ങൾ പെട്ടെന്ന് വിവാഹകാര്യം പറയാൻ വന്നതാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണോ മോളെ? ഉടനെ രോഹൻ്റെ അമ്മ പറയാം, രോഹ, നീ തന്നെ അങ്കിളിനോട് കാര്യം പറ, അങ്കിളിനെ ക്ഷണിക്കുകയും വേണം. അങ്കിൾ, എൻ്റെ ബർത്ത്ഡേ നാളെയാണ്. ഋതികയ്ക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഈശ്വര, അപ്പോൾ കല്യാണക്കാര്യം പറയാനല്ല വന്നത്. അപ്പോൾ പ്രതാപവർമ്മയും രാജു അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയുന്നുണ്ട്. രോഹൻ പറയുക, എൻ്റെ പിറന്നാൾ 3 വർഷം കൊണ്ട് അങ്ങനെ ആഘോഷിക്കുന്നില്ലായിരുന്നു. ഫ്രണ്ട്സൊക്കെ ചേരുമ്പോൾ അവർ ചോദിക്കുമ്പോൾ ഒരു പാർട്ടി കൊടുക്കും. ഉടനെ സാഗരാജൻ പറയുക, പക്ഷേ ഇത്തവണ ഇവൻ്റെ പിറന്നാൾ അങ്ങനെ ആയിരിക്കരുത് എന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം. കാരണമേ, വർഷങ്ങളായി ഞങ്ങൾ ഇവനോട് വിവാഹം കഴിക്കാൻ പറയുന്ന ഞങ്ങളുടെ ആഗ്രഹമുണ്ടല്ലോ, ഇവൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞങ്ങ് തള്ളിക്കളയുമായിരുന്നു. പക്ഷേ ഇവിടെ വെച്ച് ഋതിക മോളെ കണ്ടപ്പോഴാണ് അവൻ്റെ തീരുമാനങ്ങൾക്കൊരു മാറ്റം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ സന്തോഷകരമായ ഒരു പിറന്നാളായതുകൊണ്ട് ഇത്തവണത്തെ രോഹൻ്റെ പിറന്നാൾ ഗംഭീരമായി നടത്താൻ ഞങ്ങളങ്ങ് ആഗ്രഹിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ പിറന്നാൾ ആഘോഷത്തിന് വീട്ടിലേക്ക് എത്തണം എന്നിങ്ങനെ രോഹൻ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. പ്രതാപൻ അത് കേട്ടിട്ട് പറയുന്നു, അതിനെന്താ, ഇത്തവണത്തെ പിറന്നാൾ നമുക്ക് ഗംഭീരമാക്കാം. ഞാൻ കുറച്ച് തിരക്കില്ല, എന്നാലും തീർച്ചയായും എത്തിയിരിക്കും. രാജു, ബർത്ത്ഡേ ഫംഗ്ഷന് രാജു ഉണ്ടാകണം. അയ്യോ സാറേ, ഞാനെങ്ങനെ? എന്താ, രാജുവിന് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? വർമ്മയങ്കിളിന് വളരെ പ്രിയപ്പെട്ട ആളല്ലേ, അപ്പോൾ രാജു ഇല്ലാതെ എങ്ങനെയാ? പ്രതാപൻ പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഇവൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. സാരമില്ല, ഞാൻ പറഞ്ഞിവനെ കൂട്ടിക്കൊണ്ടുവരാം. രോഹൻ്റെ അമ്മ പറയുന്നു, എനിക്ക് ഋതിക മോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഞങ്ങൾ മോളുടെ റൂം വരെ ഒന്ന് പോകട്ടെ എന്നും പറഞ്ഞ് ഋതികയും കൂട്ടിക്കൊണ്ട് രോഹൻ്റെ അമ്മ ഋതികയുടെ റൂമിലോട്ട് പോവുകയാണ്. പത്മാവതി ബന്ധനത്തിലാണെങ്കിലും പത്മാവതി പ്രതാപന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ദൈവമേ, അംബികേച്ചി പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കല്ലേ, പ്രതാപേട്ടൻ വൻ ഭൂരിപക്ഷത്തോട് ജയിക്കണേ. നന്മയുടെ ഫലവ ഇത്രയും കാലം തോൽക്കാതെ ഇതുവരെ എത്തിയത്. ആ സമയത്ത് പത്മാവതിക്ക് കാവലാട്ട് നിർത്തിയിരുന്ന ഗുണ്ട ആരുവാട്ടോ ഫോൺ സംസാരിക്കുന്നുണ്ട്. എടാ, എന്തായി റിസൾട്ടിൻ്റെ കാര്യം? എടാ, അറിയാമല്ലോ, ഇത്തവണയും പ്രതാപവർമ്മ സാർ ജയിച്ചാലേ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന്. ഒന്നാമത് നാട്ടിൽ അക്രമത്തിനും അനീതിക്കും എതിരാണ് വർമ്മ സാറ്. അതുകൊണ്ട് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത ജയപാലൻ സാറ് ജയിച്ചില്ലെങ്കിൽ നമ്മുടെ ഗതി അതോ ഗതി. അത് മാത്രമല്ല, വർമ്മ സാറിൻ്റെ സ്വഭാവത്തിനെ നമ്മുടെ ഈ ഗുണ്ടായുസത്തിന് നമ്മളെയൊക്കെ വെടിവെക്കാൻ തന്നെ ഓർഡർ ഇടും. എന്തുവാടാ നീ പറയുന്നത്? വർമ്മ സാറ് ജയിച്ചെന്നോ? വൻപിച്ച ഭൂരിപക്ഷമെന്നോ? അയ്യോ, നമ്മളെല്ലാം ഇനി പെടും, നമ്മുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടും. പത്മാവതി അങ്ങനെ പ്രതാപവർമ്മ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചതറിഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുന്നുണ്ട്. ദൈവത്തിന് നന്ദിയൊക്കെ പറയുവാണ്. രാജുവിനോട് ഋതിക പറയുന്നു, പഴയതുപോലൊന്നും അല്ല, എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക.
രാജു എന്താ എൻ്റെ സ്നേഹം മനസ്സിലാക്കാത്തത്? മേഡത്തിനോട് ഞാൻ പറഞ്ഞതല്ലയോ എൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. രാജുവിൻ്റെ ഒരു മാനസികാവസ്ഥ രാജു കുറച്ചൊക്കെ ഒന്ന് ഫോർവേഡായിട്ട് ചിന്തിക്ക് രാജു. എപ്പോഴും ഇങ്ങനെ ഗുരുഭക്തിയും ആദർശങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചാലേ ജീവിതമാകില്ലത്. രാജുവിന് സ്വന്തമായിട്ടൊരു ജീവിതമുണ്ട്. രാജുവിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണം. രാജുവിന് ജീവിക്കണ്ടേ? രാജുവിന് എന്നാ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? മേഡത്തിനറിയാമല്ലോ, എനിക്കങ്ങനെ സ്വന്തം ജീവിതമൊന്നും ഇല്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ അനുജത്തി ശ്രീലക്ഷ്മിയുടെ വിവാഹം നടത്താൻ എനിക്ക് പറ്റിയില്ല. ഇപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ പഠനകാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സേവിങ് എനിക്ക് ഉണ്ടാക്കണം. എൻ്റെ രാജുവിന് എപ്പോഴും ഈ പ്രാരാബ്ദത്തിൻ്റെ കണക്ക് പറയാനേ സമയമുള്ളൂ. കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം രാജു എന്നെ കെട്ടിക്കഴിഞ്ഞാൽ ഈ വീട്ടിലെ സ്വത്തെല്ലാം കിട്ടില്ലേ രാജു? അയ്യോ എൻ്റെ മേഡം, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഞാൻ ഈ സ്വത്തെല്ലാം ആഗ്രഹിച്ചാണ് മേഡത്തെ പ്രണയിക്കുന്നു എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കില്ലേ? ഇങ്ങനൊരു വലിയ വീട്ടിൽ ഞാൻ ജനിച്ചത് എൻ്റെ തെറ്റാണോ രാജു ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളിൻ്റെ മകളായിട്ട് ഞാൻ പിറന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനൊരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ ഇമോഷണലായിട്ടൊന്നും പറയല്ലേ മേഡം. നമ്മുടെ ജനനവും പിറവിയും എല്ലാം ദൈവം മുന്നേ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അയ്യോ എൻ്റെ പൊന്നു രാജു, ഈ ഉപദേശവും ഫിലോസഫിയൊക്കെ ഒന്ന് നിർത്ത്. എന്നിട്ട് ഞാൻ വീണ്ടും രാജുവിനോട് പറയാം, ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. ഇപ്പോഴെന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വേറൊരുത്തൻ വന്നിരിക്കുന്നു. ഇനി എന്തൊക്കെ ടോർച്ചറിങ് ആണോ അവൻ എന്നെ ചെയ്യാൻ പോകുന്നത്? ഓൾറെഡി അവൻ എന്നെ ടോർച്ചർ ചെയ്യുക. അവൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് അവൻ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നു. ഇനി എന്തൊക്കെയാണോ അവനവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നറിയില്ല. ആ ബർത്ത്ഡേ ഫംഗ്ഷനിൽ വെച്ച് അവനിനി പ്രപ്പോസ് ചെയ്യുമെന്നാണ് എനിക്കെൻ്റെ പേടി. അവൻ മോതിരവും കൊണ്ട് എൻ്റെ മുന്നിൽ നിന്ന് വിൽ യു മാരി മീ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? മേഡത്തിൻ്റെ മനസ്സിലെന്താണെന്ന് പറയണം. എൻ്റെ മനസ്സിലെന്താണെന്ന് പറയേണ്ടവരോട് പറഞ്ഞിട്ട് അവർക്ക് മറുപടിയൊന്നുമില്ല. ആ രോഹനോട് അവനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവനത് മനസ്സിലാക്കാനും പോകുന്നില്ല. ഓരോന്നും ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല രാജു. എനിക്കും അറിയില്ല മേഡം എന്താ ചെയ്യേണ്ടതെന്ന്. അതെ, രാജുവിന് 2 അടിയുടെ കുറവാ. രാജുവിൻ്റെ അച്ഛനെ അത് തരാത്തതാണ് രാജുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ രാജു, ഞാനൊരു കാര്യം പറയാം. ഞാൻ രാജുവിൻ്റെ വീട്ടിൽ വന്നിട്ടേ വേണു അങ്കിളിനോടും രാധമ്മയോടും ഞാൻ ഈ കാര്യം സംസാരിക്കാം. അവരെന്തായാലും ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തരാതിരിക്കില്ല. മേഡം, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു പ്രാവശ്യം മേഡം എൻ്റെ വീട്ടിൽ വന്നതിന് തന്നെ അംബിക മേഡവും ദീപക്കും വലിയ പ്രശ്നം ഉണ്ടാക്കി. ദയവ് ചെയ്ത് രാജു അവരുടെ കാര്യം എന്നോട് പറയല്ലേ. അംബികാമ്മയുടെയും ദീപക്കിൻ്റെയും ആ രോഹൻ്റെയും കാര്യം ഓർക്കുമ്പോൾ എൻ്റെ തല പൊട്ടി പൊളക്കുക. എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് വേണുവെങ്കിലിൻ്റെയും രാധമ്മയും കാണണം. മേഡം, അപ്പോൾ അളിയനും ചേച്ചിയൊക്കെ അവിടെ നിൽക്കട്ടെ. മേഡം ടെൻഷനാകാതിരിക്കും. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ബൈക്ക് എടുത്തിട്ട് പുറത്ത് കാത്തു നിൽക്കാം. മേഡത്തിന് അങ്ങോട്ട് വരാൻ പറ്റുമോ? അയ്യോ എൻ്റെ പൊന്നോ, ഇത്രയൊക്കെ ധൈര്യം രാജുവിനുണ്ടായല്ലോ. രാജു അങ്ങോട്ട് പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. എനിക്ക് എത്രയും പെട്ടെന്ന് രാധമ്മയും വേണുവെങ്കിലിനെയും കാണണം. ഓക്കെ മേഡം. മേഡം അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ ആരെങ്കിലും മേഡത്തിനെ കാണുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം വരേണ്ടത്. അഥവാ ആരെങ്കിലും കണ്ട് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ പറയണം പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന കോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കാൻ പോവുകയാണെന്ന്. ദീപക്കിനോടങ്ങാണോ ആ പറയുന്നതെങ്കിലുണ്ടല്ലോ, അത് പ്രത്യേകം സൂക്ഷിച്ചോണം. എല്ലാം ഓക്കെ ആണെങ്കിൽ എനിക്കൊരു സിഗ്നലും തരണം. അഥവാ ദീപക്ക് മേഡത്തിനോടൊപ്പം വരികയാണെങ്കിൽ എനിക്കങ്ങോട്ട് മാറി നിൽക്കാമല്ലോ. അയ്യോ എൻ്റെ പൊന്നു രാജു ഒന്ന് അവിടെ പോയി നിൽക്കി, ഞാൻ അങ്ങോട്ട് വന്നോളാം. എൻ്റെ ദൈവമേ, ഈ രാജുവിനൽപ്പം ധൈര്യം കൊടുക്കണേ. എന്ത് വന്നാലും നേരിടാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടെന്നാ തോന്നുന്നു. ദൈവമേ, നീ ആ ധൈര്യം ഒന്ന് കൊടുക്കണേ എന്നൊക്കെ ഹൃതിക അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഹൃതികയുടെ പ്രാർത്ഥന പോലെ രാജുവിനിപ്പോൾ ഹൃതികയോട് പ്രണയം തുടങ്ങിയിരിക്കുവാണ്. ഇനി എന്തെല്ലാം എതിർപ്പുകളെ നേരിടേണ്ടി വരും എന്നുള്ള റിവ്യൂമായി ഇനി നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.